ലെറ്റ് അവർ ലോർഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. ദൈവത്തിൻ്റെ ദിവ്യവിചാരണയിൽ ആരംഭിച്ച സെലസ്റ്റിയൽ ഹാർപ്പിൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നത് ദൈവനിയോഗമായി ഞാൻ കാണുന്നു. സെലസ്റ്റിയൽ ഹാർപ്പ് കുടുംബാംഗങ്ങളോടുള്ള കടപ്പാടും വ്യക്തിപരമായ കൃതജ്ഞതയും അറിയിക്കുന്നു. ഇന്ന് പെന്തക്കോസ്തിന് ശേഷം 10ാം ഞായറാഴ്ചയാണ്. നാം ധ്യാനിക്കേണ്ട വിഷയം പരിശുദ്ധാത്മ വരങ്ങൾ ദൈവജനത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിന്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫോർ ദ സ്പിരിച്വൽ നറിഷ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം ഏവൻഗേലിയോൻ ഭാഗമായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. യേശുക്രിസ്തുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ദൈവജനത്തിലൂടെ ഇന്ന് ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യ നിർമ്മിതിയാണ് ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവീക താൽപര്യം. ജാതി, മത, വംശ സീമകൾക്കതീതമായിരിക്കണം ദൈവജനത്തിന്റെ ദൈവരാജ്യ ശുശ്രൂഷ. ഇത് സാക്ഷാത്കരിക്കപ്പെടുവാൻ, നിർവഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവജനത്തിന്റെ ആത്മീയ പരിപോഷണത്തിന്, തദ്വാര സഭയുടെ പൊതുനന്മയ്ക്കായി പരിശുദ്ധാത്മ വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സെലസ്റ്റിയൽ ഹാർപ്പിന്റെ ഉദാത്തമായ ശുശ്രൂഷ പരിശുദ്ധാത്മ വരങ്ങളുടെ നിദർശനവും അത് വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവജനത്തിന്റെ ആത്മീയ പരിപോഷണത്തിനും സഹായകമാകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാണ് പരിശുദ്ധാത്മാവ്? ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച് പ്രവർത്തനങ്ങളെ ഉദാത്തമാക്കുന്ന അനുഗ്രഹമായി പരിശുദ്ധാത്മാവിനെ ഈ വേദഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു ശക്തി വിശേഷമായി പലരും കാണുന്നു. എന്നാൽ അവൻ ആളത്വമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരരഹിതമായ സാർവത്രിക ആളത്വ സാന്നിധ്യമാണ്. ദ ബോഡിലെസ് ആൻഡ് യൂണിവേഴ്സൽ പേഴ്സണൽ പ്രസൻസ് ഓഫ് ദ ലിസൺ ലോർഡ്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള 3 അടിസ്ഥാന വിശ്വാസങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, വി ബിലീവ് ഇൻ ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ ദാനത്തിൽ വിശ്വസിക്കുന്നു. മൂലഭാഷയിൽ ഗിഫ്റ്റ് എന്നുള്ള വാക്കിന് ഡോറയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ആരാധന ആരംഭിക്കുന്നത് കൗമായിലാണ്. കൗമ ആരംഭിക്കുന്നത് ഈ വിശ്വാസത്തിലാണ്. രണ്ടാമതായി, വി ബിലീവ് ഇൻ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ വരങ്ങളിൽ വിശ്വസിക്കുന്നു. മൂലഭാഷയിൽ ഗിഫ്റ്റ്സ് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പദം കാരിസ്മ എന്നാണ്. വരങ്ങളില്ലാതെ ഒരു വിശ്വാസിയുമില്ല. സ്വയത്തിന്റെ പ്രശംസയ്ക്കോ പ്രദർശനത്തിനോ സ്വയസംതൃപ്തിക്കോ ഇടം കൊടുക്കരുത്. വ്യക്തിഗതമായ നേട്ടങ്ങൾക്കോ ലാഭങ്ങൾക്കോ അല്ല ഇത് നൽകപ്പെട്ടിരിക്കുന്നത്. Nowadays, spiritual gifts have been commercialized. പരിശുദ്ധാത്മവരങ്ങൾ വാരിക്കൂട്ടലിനായി ഉപയോഗിക്കുവാനുള്ള പ്രലോഭനം ഏറെയുണ്ട്. ദൈവജനത്തിന്റെ ആത്മീയ പരിപോഷണത്തിനും ആത്മീയ വർധനവിനും ഉതകണം. ആത്മീയ പരിപോഷണം പൊതു നന്മയ്ക്കാകുമ്പോൾ അത് അപരോന്മുഖമാകും. അതിനുള്ള തുറന്ന മനസ്സ് പരിശുദ്ധാത്മാവ് നൽകും, നിശ്ചയമാണ്. മൂന്നാമതായി, വി ബിലീവ് ഇൻ ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ഫലങ്ങളിൽ നാം വിശ്വസിക്കുന്നു. മൂലഭാഷയിൽ ഫലങ്ങൾ എന്നുള്ളതിന് കർപ്പോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. സകലരെയും അന്യോന്യം ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയുടെ മഹത്വം എന്തെന്ന് ജീവിച്ച് കാണിക്കുക. ലവ് മേക്സ് ലൈഫ് ലിവ്. സ്നേഹമില്ലാതെയുള്ള വരങ്ങളുടെ പ്രകടനം വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമല്ലേ ഇന്ന്? മനുഷ്യരെ സ്വാധീനിക്കാനുള്ള അടവുകളായി അത് പരിണമിക്കുന്നില്ലേ? തികഞ്ഞ സ്നേഹത്തിന്റെ വക്താക്കളാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിന്റെ സഭയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. The outpouring of the Holy Spirit turned a perplexed group into a confident community sharing a single purpose.
ഭഗ്നാശരായ ഒരു ചെറിയ കൂട്ടത്തെ ശക്തമായ കൂട്ടരാക്കി മാറ്റിയ ദൈവത്തിന്റെ ആത്മാവിന്റെ കൺമോന്മുഖത, സാക്ഷ്യ സമൂഹമാക്കിയ പരിശുദ്ധാത്മാവ്. ലോകം അവരെ പറ്റി മനസ്സിലാക്കിയത് ഹിയർ ആർ ദി ഓർഡിനറി പീപ്പിൾ ഹു കുഡ് ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ കഴിവുള്ളവർ എന്ന് ലോകം ശിഷ്യ സമൂഹത്തെ, ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസ സമൂഹത്തെ വിളിച്ചത് അപ്രകാരമാണ്. ആത്മീയ പരിപോഷണത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ് എന്തു ചെയ്യുന്നു? 3 ചെറിയ ചിന്തകൾ നൽകി അവസാനിപ്പിക്കുകയാണ്. 1. ജീവിത സാഹചര്യങ്ങളിൽ വിട്ടുമാറാത്ത സന്തത സഹചാരിയാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും സന്താപത്തിലും അകലാത്ത നല്ല സ്നേഹിതൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നല്ല സ്നേഹിതൻ, ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി എന്ന പാട്ടും ഈ വലിയ സത്യമത്രേ വിളിച്ചു പറയുന്നത്. ആശ്വസിപ്പിക്കുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ, കൂടെ ഇരിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ, ഹെൽപ്പർ, സപ്പോർട്ടർ, അഡ്വൈസർ, അഡ്വക്കേറ്റ് എന്നീ പദങ്ങളിലൂടെ ഈ വലിയ സത്യം വെളിപ്പെടുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ വിട്ടുമാറാത്ത സന്തത സഹചാരി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്നർത്ഥം. 2. കലങ്ങുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ അനാഥത്വം സംഭവിക്കും എന്ന സൂചന നൽകിയാണ്. ഞാൻ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും എന്ന് പറയുമ്പോൾ അനാഥത്വം സംഭവിക്കും എന്ന സൂചന നൽകിയാണ്. അങ്ങനെയെങ്കിൽ അനാഥത്വം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഹൃദയം കലങ്ങും. ലോകത്തിലെ ഏറ്റവും തീവ്രമായ ഒന്നാണല്ലോ അനാഥത്വം. അവിടെയാണ് നമ്മുടെ കർത്താവ് നൽകിയ വലിയ വാഗ്ദത്തം, ഞാനോ നിങ്ങളോട് കൂടെ. നാം ഒറ്റയ്ക്കല്ല എന്ന പൂർണ്ണ വിശ്വാസം. ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം കഴിയുന്നത്. എന്നാൽ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്നാണല്ലേ കർത്താവ് നമുക്ക് നൽകുന്ന ഉത്തമമായ വാഗ്ദത്തമാണ്, ഉദാത്തമായ വാഗ്ദത്തമാണ്, ഞാനോ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന ശാശ്വതമായ വേദസത്യം. 3. ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. ദൈവവചനം ഓർപ്പിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ജീവദായകമായി മാറുകയാണ്. മരണത്തിന്റെ ശക്തികളിൽ നിന്നും ജീവന്റെ ശക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഫ്രം പവർ ഓഫ് ഡെത്ത് ടു പവർ ഓഫ് ലൈഫ്. ജീവനെ നശിപ്പിക്കുന്ന ജീവനിഷേധ ശക്തികൾ ഏറി വരുന്ന ഒരു തലമുറയിലാണ് നാം കഴിയുന്നത്. ലൈഫ് ത്രെറ്റനിങ് പവേഴ്സ് ആൻഡ് ലൈഫ് നെഗേറ്റിംഗ് പവേഴ്സ് ആർ ഇൻക്രീസിംഗ്. അതിന്റെ നടുവിൽ ലൈഫ് അഫേമിംഗ് ആയി, ജീവദായകമായി പരിശുദ്ധാത്മാവ് നമ്മെ നിലനിർത്തുന്നു. അതുകൊണ്ട് സമൃദ്ധിയായ ജീവന്റെ സന്തോഷം അനുഭവിപ്പാൻ പര്യാപ്തമാണ് ദൈവാത്മാവിന്റെ നിരന്തരമായ ഇടപെടൽ. ഈ ശക്തികളെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മിൽ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് സംഭവിക്കണമെങ്കിൽ നമ്മിൽ ഒരു കർമ്മം നടക്കണം. സ്നേഹവും അനുസരണവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നിടത്ത് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഓർക്കണം. ദൈവസ്നേഹമുള്ളവൻ സഹചരനെ സ്നേഹിക്കും, സംശയമില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെയും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് നാം ദൈവികരാകുന്നത് ഈ 2 അനുഭവത്തിലൂടെയാണ്. സ്നേഹവും അനുകമ്പയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. എല്ലാ പാപവും അനുസരണമില്ലായ്മയുടെ അനന്തരഫലമാണ്. വി നോ ദ സ്റ്റോറി ഓഫ് ഏഡൻ. അങ്ങനെയെങ്കിൽ സ്നേഹം വൈകാരിക പ്രകടനമല്ല, അനുസരണത്തിലൂടെ സ്നേഹിക്കാൻ സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ മക്കൾ അവരെ അനുസരിക്കും. രാജ്യത്തെ സ്നേഹിക്കുന്നവർ രാജ്യ നിയമങ്ങൾ പാലിക്കും. മറിയ തന്റെ അനുസരണം കാട്ടി ദൈവത്തെ സ്നേഹിച്ചു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. ജോസഫ് താല്പര്യമില്ലാതിരുന്നിട്ടും മറിയയെ ഭാര്യയായി സ്വീകരിച്ചപ്പോൾ അനുസരണത്തിന്റെ ഉദാത്തമായ മാതൃക വെളിപ്പെടുത്തുകയാണ്. അത്യഗാധമായ വിധേയത്വവും എളിമയുള്ളവർക്ക് മാത്രമേ അനുസരണം സാധ്യമാകൂ. അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹവും ലഭിപ്പാൻ സാധിക്കൂ എന്നുള്ളത് ഓർക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള
ദൈവ ആത്മാവിന്റെ വരദാനങ്ങൾ ആത്മീയ പരിപോഷണത്തിനായി ഉപയോഗിപ്പാൻ, സ്നേഹത്തിലൂടെ, അനുസരണത്തിലൂടെ വിനിയോഗിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വരദാനങ്ങൾ ദൈവരാജ്യത്തിന്റെ ആത്മീയ പരിപോഷണത്തിനും തദ്വാര ദൈവരാജ്യ വർധനവിനും ഉപയുക്തമാക്കാൻ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.